പിതാവേ, സ്വാഗതം. 1992 നമ്മുടെ സഭ, സിറോ മലബാർ സഭ, മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തപ്പെടുക. അതോട് ബന്ധപ്പെട്ടാണ് സിനഡൽ സംവിധാനവും നിലവിൽ വന്നത്. ഞാൻ മനസ്സിലാക്കുന്നു 1996 റോമിൽ വെച്ച് ഒരു പ്രത്യേക സിനഡ്, സിറോ മലബാർ സഭയുടെ സിനഡ് ചേർന്നതായിട്ട് മനസ്സിലാക്കും. എന്താണ് അങ്ങനെ റോമിൽ വെച്ച്? സാധാരണ കാക്കനാട് വെച്ചാണല്ലോ സിനഡ് ചേരുക. റോമിൽ വെച്ച് ഇങ്ങനെ ഒരു സിനഡ് കൂടാനുണ്ടായ സാഹചര്യം, അത് സഭയുടെ ആരാധനാക്രമവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ? അത് ശരിയാണ്. പിന്നെ 92 നമ്മുടെ സഭ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത്. 1992 ഡിസംബർ 16 അതിനുള്ള ആ ഡിഗ്രി മാർപ്പാപ്പ അംഗീകരിക്കുന്നത്. പക്ഷേ അതിനുശേഷം വാസ്തവത്തിലെ ഒരു സ്വയാധികാര സഭയായിട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ സഭയ്ക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കുവാനും നടപ്പിലാക്കാനൊക്കെയുള്ള അധികാരമുണ്ട്. ഒരു പാത്രിയാർക്കൽ സഭയ്ക്ക് സമാനമായ രീതിയിലുള്ള ഒരു പദവിയാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ സിനഡൽ സംവിധാനം അതുകൊണ്ട് ഇതിനു മുമ്പേ കോൺഫറൻസ് ആയിരുന്നു. അപ്പോൾ ഈ പുതിയ പദവി കിട്ടിയപ്പോഴേക്കും അതൊരു സിനഡൽ സംവിധാനത്തിലേക്ക് വന്നു. ആ സിനഡിന് വലിയൊരു അധികാരമുണ്ട്, ഒരു പരമാധികാരമുണ്ട് സിനഡിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയോട് ഉയർത്തപ്പെട്ടപ്പോഴും വാസ്തവത്തിൽ എല്ലാ അധികാരങ്ങളും കൈമാറിയിരുന്നില്ല. അതിൻ്റെ കാരണം ഇതായിരുന്നു, ഇവിടെ ഒരു ഐക്യം ഇതുവരെ സംജാതമായിട്ടില്ല ഈ സഭയിൽ. പ്രത്യേകിച്ച് നിർണായകമായ കാര്യത്തിൽ ആരാധനാക്രമത്തെ സംബന്ധിച്ചൊരു ഐക്യത്തിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ അതുകൊണ്ട് ആ ഐക്യം സംജാതമാകണം. അതിന് ഹോളി സീയുടെ പ്രത്യേകമായ ഒരു നേതൃത്വം, മാർപ്പാപ്പയുടെ പ്രത്യേകമായ നേതൃത്വവും ശ്രദ്ധയും ഉണ്ടായിരിക്കണം എന്ന് ഹോളി സീക്ക് മനസ്സിലായി. അതുകൊണ്ട് 2 കാര്യങ്ങൾ സംവരണം ചെയ്യപ്പെട്ടു. ഈ സിനഡിനെ കൈമാറാതെ, മേജർ ആർച്ച് ബിഷപ്പിനെ കൈമാറാതെ 2 കാര്യങ്ങളിൽ സംവരണം ഏർപ്പെടുത്തി. മാർപ്പാപ്പയിൽ തന്നെ നിക്ഷിപ്തമായി. ഒന്ന്, ആരാധനാക്രമ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. രണ്ടാമത്തത് മെത്രാന്മാരെ നിയമിക്കുന്ന കാര്യത്തിൽ. ഈ 2 കാര്യങ്ങൾ. കാരണം ഈ സഭയ്ക്ക് ചേർന്ന മെത്രാന്മാരുണ്ടായെങ്കിലേ വാസ്തവത്തിലെ സഭാ ശരിയായ പദവിയിലൂടെ പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ 2 പ്രധാനപ്പെട്ട അധികാരങ്ങളെ തൽക്കാലത്തേക്ക് മാർപ്പാപ്പ തന്നെ സംവരണം ചെയ്യുകയായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് വാസ്തവത്തിലെ റോമിൽ ഇങ്ങനെ സിനഡ് കൂടാൻ കാരണം. ഇവിടെ ആരാധനാക്രമത്തെ സംബന്ധിച്ചുള്ള ഒരു ഐക്യം സംജാതമാക്കണം, ഒരു വ്യക്തമായൊരു ധാരണ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ്, അത് പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു ഐക്യം ഇവിടെ ആരാധനാക്രമത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് റോമിൽ ഈ സിനഡ് ഇങ്ങനെ വിളിച്ചു കൂട്ടാനിടയായത്. അത് മാർപ്പാപ്പയ്ക്കാണല്ലോ അതിൻ്റെ ഉത്തരവാദിത്വം ഉള്ളത്. കാരണം മാർപ്പാപ്പയിലാണ് അതിൻ്റെ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. അത് പൗരസ്ത്യ സഭാകാര്യത്തിലൂടെ മാർപ്പാപ്പ നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഈ കാരണത്താലാണ് റോമിൽ വച്ച് ഇങ്ങനെ ഒരു സിനഡ് കൂടാൻ ഇടയായത്. പിതാവേ, റോമൻ സിനഡിനെ കുറിച്ച് പിതാവ് സൂചിപ്പിച്ചു. ആ സിനഡ് നൽകിയ ദിശാബോധം എന്തായിരുന്നു? അത് ഐക്യത്തിലേക്ക് നയിച്ചുവോ? അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ എന്തായിരുന്നു? അതിൻ്റെ എടുത്ത തീരുമാനങ്ങൾ, അതിലൂടെ രൂപം കൊണ്ട ചില വ്യക്തമായ ബോധ്യങ്ങൾ, കാര്യങ്ങൾ എന്തായിരുന്നു? പ്രത്യേകിച്ച് ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതൊന്ന് വ്യക്തമാക്കാം. ഈ റോമിലെ സിനഡ് വാസ്തവത്തിലെ നിർണായകമായ ഒന്ന് തന്നെയായിരുന്നു. ഒന്നാമതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, പരിശുദ്ധ സിംഹാസനത്തിന് നമ്മുടെ സിറോ മലബാർ സഭയെക്കുറിച്ചുള്ള വലിയൊരു അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ, ഇത്ര ഡൈനാമിക്കായിട്ടുള്ളൊരു സഭ, നല്ല പൊട്ടൻഷ്യലുള്ള ഒരു സഭ, വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സഭ, ഒത്തിരിയധികം മിഷണന്മാരെ പ്രദാനം ചെയ്യുന്ന ഒരു സഭ, ധാരാളം വൈദികരും സമർപ്പിതരും കന്യാസ്ത്രീകളും ഒക്കെയുള്ള ഒരു സഭ, ലോകമാസകലം. അപ്പം അങ്ങനെയുള്ള സഭ ഈ ആരാധനാക്രമത്തെ, പ്രത്യേകിച്ച് കുർബാനയോട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഭിന്നിച്ച് നശിക്കാൻ ഇടയാവരുത് എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം പരിശുദ്ധ സിംഹാസനത്തിനുണ്ടായിരുന്നു. മാർപ്പാപ്പയ്ക്കൊക്കെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിൻ്റെ പരിഹാരം ഉണ്ടാകണം, ഒരു ഐക്യത്തിലേക്ക് വരണം ഈ സഭ കുർബാനയുടെ കാര്യത്തിൽ എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് വാസ്തവത്തിൽ ഈ റോമിലെ സിനഡ് വിളിച്ചു വിട്ടത്.
അതിന് നല്ല പ്രഗത്ഭരായ ആളുകളെ നമ്മുടെ പൗരസ്ത്യ നമ്മുടെ സഭയുടെ പൈതൃകത്തെക്കുറിച്ചും ആരാധനക്രമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ നല്ല പ്രബോധനം നൽകാൻ സാധിക്കുന്ന പണ്ഡിതരായ ആൾക്കാരൊക്കെ അവിടെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തതാണ്. ആ തരത്തിലെല്ലാം നല്ല പ്രിപ്പറേഷൻ റൂമിൽ നടത്തുകയുണ്ടായി. അങ്ങനെ വാസ്തവത്തിൽ പ്രധാനമായിട്ടും ഈ സഭയിൽ ഒരു ഐക്യമുണ്ടാകണം ആരാധനക്രമ വിഷയത്തിൽ എന്നുള്ളതായിരുന്നു ഈ റോമൻ സിനഡിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അന്ന് ആദ്യത്തെ നമുക്കറിയാം, ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പ് പടിയറ പിതാവായിരുന്നു. അപ്പം പടിയറ പിതാവ് പ്രധാനം സഹായിക്കാൻ വേണ്ടി ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരുന്നു, കാട്ടുപന പിതാവ്, ദിവംഗതനായ കാട്ടുപന പിതാവ്. റോമിലെ ഈ സിനഡ് ഉദ്ഘാടനം ചെയ്തത് മാർപ്പാപ്പ തന്നെയാണ്. ഈ മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്തപ്പോൾ പ്രസംഗത്തിൽ പ്രകാരം പറയുകയുണ്ടായി, വലിയ ഐക്യത്തിലേക്കും സമാധാനത്തിലേക്കുമുള്ള നിങ്ങളുടെ സഭയുടെ വളർച്ചയിൽ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഈ സിനഡ് എന്ന് മാർപ്പാപ്പ പ്രസംഗത്തിൽ പ്രസ്താവിക്കുകയുണ്ടായി. തുടർന്ന് ഇപ്പം മാർപ്പാപ്പ ആഗ്രഹിച്ച കാര്യം എന്താണെന്ന് നമുക്ക് വ്യക്തമാണ്. തുടർന്ന് ഈ പൗരസ്ത്യ സഭാ കാര്യാലയത്തിൻ്റെ പ്രീഫെക്റ്റ് കർദിനാള് അഖീല് സിൽബസ്ത്രീനി ഈ സിനഡിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ഇപ്രകാരം ആണ് സംസാരിച്ചത്: സിനഡ് അംഗങ്ങളുടെ ഇടയിൽ കൂട്ടായ്മ ശക്തിപ്പെടുത്താനും പരിശുദ്ധ പിതാവിനോടും അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളോടുമുള്ള ഈ സഭയുടെ കൂട്ടായ്മ സ്ഥിരീകരിക്കാനും വളർത്താനും മെത്രാൻ സംഘത്തിലെ എല്ലാ അംഗങ്ങളുടെയും കൂട്ടായ്മ പരിപോഷിപ്പിക്കാനും ഇടയാകും എന്നുള്ള പ്രത്യാശയിലാണ് ഈ സിനഡ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അപ്പം അതിന് വളരെ വ്യക്തമാണ്, മെത്രാന്മാരുടെ ഇടയിലുള്ള ഐക്യമുണ്ടാകണം, സിനഡിൽ ഐക്യമുണ്ടാകണം, അതിനുവേണ്ടിയാണ്. ഇനി ഈ സിനഡിൻ്റെ സമാപന പ്രസ്താവനയിൽ അത് സിനഡ് കഴിയുമ്പോഴേക്കും ആ ചർച്ചകളുടെ എല്ലാം ഒരു സംക്ഷിപ്തമായിട്ട് തീരുമാനങ്ങളെല്ലാം സംക്ഷിപ്തമായിട്ട് ഒരു പ്രസ്താവന ഇറക്കും. ആ പ്രസ്താവനയിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ആ പ്രസ്താവനയുടെ പ്രസക്ത ഭാവം ഞാനിവിടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതായത് സിറോ സഭയുടെ ആരാധനക്രമത്തെയും മറ്റ് പ്രശ്നങ്ങളെയും സംബന്ധിച്ച് ആഴമായ വ്യാപകമായ വളരെ പഠനവും ചർച്ചകളൊക്കെ ഈ സിനഡ് നടക്കുകയുണ്ടായി. ഒന്നാമതായിട്ട് സീറോ മലബാർ ലിറ്റർജി അതിൻ്റെ സമഗ്രതയിൽ ആഘോഷപൂർവ്വം അനുഷ്ഠിക്കാനും വിശ്വാസികൾക്ക് പങ്കുചേരാനും എവിടെയെല്ലാം സാധിക്കുമോ അവിടെയെല്ലാം പ്രാർത്ഥനാ സ്ഥലങ്ങൾ സ്ഥാപിക്കണം. അപ്പോൾ വളരെ അതായത് എവിടെയൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ, ഇപ്പോൾ എല്ലായിടത്തും കൊണ്ട് പൂർണ്ണതയിൽ ചെയ്യാൻ സാധിച്ചത് ചില എതിർപ്പുകളുണ്ട്. എവിടെയൊക്കെ ഈ കുർബാന അതിൻ്റെ ആ റാസ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥത്തിൽ ട്രഡീഷണലായിട്ടുള്ള ആ രീതിയിൽ എവിടെയൊക്കെ അർപ്പിക്കാൻ സാധ്യതയുണ്ടോ അവിടെയൊക്കെ അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായിട്ട് മേജർ സെമിനാരികളിലും സാധിക്കുന്നിടത്തോളം ഇതര പരിശീലന ഭവനങ്ങളിലും ദേവാലയ മധ്യത്തിൽ ബേമ സ്ഥാപിച്ചുകൊണ്ട് തക്സായിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് പരിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതാണ്. ഞായറാഴ്ചകളിലും തിരുനാളുകളിലും ഏറ്റവും ആഘോഷപൂർവമായി തന്നെ ഈ സ്ഥലങ്ങളിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതാണ്. വളരെ വ്യക്തമായൊരു പ്രായോഗിക നിർദ്ദേശമാണ്. അപ്പോൾ സെമിനാരിലാണ് പരിശീലനം നല്ലത്. വേദികരെ പരിശീലിപ്പിക്കുന്ന സ്ഥലമാണ് സെമിനാരികളെ. ആ സെമിനാരികളിൽ ഏറ്റവും ഐഡിയലായിട്ടുള്ള പൂർണ്ണ രൂപത്തിൽ, പ്രത്യേകിച്ച് രാസകുർബാനക്കാർ തന്നെ ഇവിടെ പറയുന്നത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതുപോലെ പരിശീലന കേന്ദ്രങ്ങളിൽ ഒക്കെ ഈ കുർബാന അർപ്പിച്ച് ആ കുർബാന പരിചയപ്പെടുത്തി കൊടുക്കുകയും അതിനെക്കുറിച്ച് ബോധവൽക്കരണം നൽകുകയും ചെയ്യണം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞായറാഴ്ചകളിലും തിരുനാളുകളിലും ഏറ്റവും ആഘോഷപൂർവ്വമായി തന്നെ ഈ സ്ഥലങ്ങളിൽ കുർബാന ഈ ദിവസങ്ങളിൽ അർപ്പിക്കേണ്ടതാണ്. അപ്പം ഈ പരിശീലനം നൽകണമെന്നുള്ള ആ ഒരു ആഹ്വാനം പ്രായോഗികമാക്കുന്നതിനുള്ള വ്യക്തമായ ഒരു ദിശാബോധമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് അടുത്ത 2 വർഷത്തേക്ക് നിലവിലിരിക്കുന്ന നിയമങ്ങളനുസരിച്ച് കുർബാന അർപ്പിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഭിന്ന രീതിയിൽ അർപ്പിച്ചു പോന്നിരുന്നല്ലോ ഒറ്റയടിക്ക്. അതുകൊണ്ട് 2 വർഷത്തെ അവകാശം വീണ്ടും കൊടുക്കുകയാണ്. 2 വർഷത്തേക്ക് ഇപ്പോൾ ഇവിടേക്ക് എങ്ങനെയൊക്കെയാണ് നിലവിലിരിക്കുന്നത് അല്ലാത്ത മറ്റ് ഭിന്ന രീതികൾ അതുപോലെ തുടരട്ടെ 2 വർഷത്തേക്ക്. അതേസമയം മുമ്പ് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അവിടെയൊക്കെ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ അർപ്പിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. ഇങ്ങനെയുള്ള നിർദ്ദേശമാണ്. അപ്പം ഇതിൽ നിന്ന് ഈ റോമൻ സിനഡിൻ്റെ ആ മൈൻഡ് എന്തായിരുന്നു എന്നും ലക്ഷ്യം എന്തായിരുന്നു എന്നും വളരെ വ്യക്തമാണ്. പിതാവേ, നമ്മളുടെ സഭയുടെ ആരാധനക്രമത്തെ എത്ര സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടെ പരിശുദ്ധ സിംഹാസനം കാണുന്നു എന്നുള്ളത് ഈ സിനഡിൻ്റെ നടപടിക്രമങ്ങളും അതിൻ്റെ സമാപനത്തിൽ നടത്തിയ സംക്ഷിപ്ത പ്രഖ്യാപനത്തിലുമൊക്കെ വ്യക്തമാണ്.
എന്തായിരുന്നു ഈ സിനഡ് പിതാക്കന്മാർക്ക് ഈ നിരീക്ഷണങ്ങളോടും ആ നടപടിക്രമങ്ങളോടുമുള്ള അവയെ സംബന്ധിച്ചുള്ള നിരീക്ഷണം എന്നൊന്ന് സൂചിപ്പിക്കാൻ പറ്റും? സിനഡ് പിതാക്കന്മാരുടെ ഇടയിൽ തീർച്ചയായിട്ടും ചർച്ചകൾ നടന്നിട്ടുണ്ട്. അവിടെയും ഈ പറഞ്ഞ പോലെ രണ്ട് മനോഭാവങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ആശയങ്ങൾ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ഏതായാലും അന്നത്തെ നമ്മുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്, അതേ ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പാണല്ലോ അഭിമന്യ പടിയർ പിതാവ്. അപ്പം പടിയർ പിതാവ് ഈ സിനഡിൻ്റെ റോമൻ സിനഡിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള തൻ്റെ പ്രഭാഷണത്തിൽ പിതാവ് പിന്നെ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഈ സിനഡിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും അത് യാഥാർത്ഥ്യമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ പിതാവ് പറയുന്നുണ്ട്. അത് പിന്നെ നമ്മുടെ പ്രശ്നം എന്താണെന്നതിനെക്കുറിച്ചും പിതാവ് സൂചിപ്പിക്കുന്നുണ്ട്. അതിപ്രകാരമാണ് പിതാവിൻ്റെ പ്രസംഗത്തിലെ ഒരു ഉദ്ധരണി ഞാൻ വായിക്കാം. കുറച്ച് വർഷങ്ങളായി നമ്മുടെ സഭയെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്ന പ്രത്യേക ലക്ഷ്യത്തോടെയാണ് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ പ്രതിനിധികളും ഒരുമിച്ച് പരിശുദ്ധ സൂനദോസിനായി ഈ നിത്യനഗരത്തിൽ നാം എത്തിയത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ പ്രശ്നങ്ങൾ പ്രധാനമായും നമ്മുടെ സഭയുടെ തനിമയെയും ലിറ്റർജിയെയും സംബന്ധിക്കുന്നതാണ്. ഈ പ്രശ്നങ്ങളുടെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. നമ്മുടെ സഭയുടെ ഐക്യത്തിനു വേണ്ടി ഏതാനും നിർദ്ദേശങ്ങൾ നമ്മൾ അംഗീകരിക്കുകയും ചെയ്തു. അവ നാം എല്ലാവർക്കും ഒരേ അളവിൽ സ്വീകാര്യമായില്ലെന്നുള്ളത് എടുത്തു പറയേണ്ടതില്ല. അപ്പോൾ ഇതാണ് അഭിനയ പിതാവിൻ്റെ ഒരു സംക്ഷിപ്ത നിഗമനം. അതായത് ഐക്യമായതിന് ലക്ഷ്യം വെച്ചത്, പക്ഷേ ഐക്യത്തിന് വേണ്ടി ചില ഫോർമുലാസ് നമ്മൾ രൂപപ്പെടുകയും ചെയ്തു. അതായത് അതിന് പ്രധാനപ്പെട്ട മുമ്പ് ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് റാസ ടെസ്റ്റ് അതിൻ്റെ ബേസിക് ടെസ്റ്റ് ആയിരിക്കണം. പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞുള്ള പ്രാർത്ഥനയാണ് അർപ്പണമാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. അതൊക്കെ അതിനകത്തൊന്നും യാതൊരു മാറ്റം താത്വികമായിട്ടും വന്നിട്ടില്ല, ഇത് ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷേ ആ കാര്യത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം എന്നുള്ള സൂചനയും പടിയർ പിതാവ് പറയുന്നുണ്ട്. ഇതാണ് വാസ്തവത്തിൽ ഇപ്പം നമ്മുടെ സിനഡിൻ്റെയും ആ ഒരു നിലപാട് ഇതിൽ നിന്ന് വ്യക്തമാണ്. എല്ലാവർക്കും തൃപ്തികരമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് വീണ്ടും ഈ റോമൻ സിനഡിന് ശേഷവും വാസ്തവത്തിൽ പ്രതിഷേധങ്ങൾ ഇവിടുന്ന് ഉണ്ടാവുകയായിരുന്നു. എതിർവാദങ്ങളും വീണ്ടും പരാതികളും എല്ലാം വീണ്ടും തുടരുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ സിനഡ് മാർപ്പാപ്പ ഉൾപ്പെടെയുള്ളവർ, മാർപ്പാപ്പയും പ്രീഫെക്റ്റും എല്ലാവരും ഉൾപ്പെടെയുള്ളവർ, അന്ന് വാസ്തവത്തിൽ ആ റോമൻ സിനഡിൽ അന്ന് കർദിനാളായിരുന്ന റാറ്റ്സിംഗർ പിതാവും ഉണ്ടായിരുന്നു. ബെനഡിക്ട് ബെർഹാർ മാർപ്പാപ്പായും മാവലിനെ സംബന്ധിക്കുകയും പേപ്പർ അവതരിപ്പിക്കുകയും ചെയ്തതാണ്. അതുപോലെ അദ്ദേഹത്തിന് അപ്പം അങ്ങനെയുള്ള അവരെല്ലാം ഹോളീസ് മുഴുവൻ തന്നെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടും അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരവസ്ഥ നമ്മുടെ സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഖേദകരമായ ഒരു കാര്യം. അതുകൊണ്ടാണ് വീണ്ടും പിന്നെ നമ്മുടെ സഭയെന്ന് പറയുമ്പോൾ എല്ലാവരുമല്ല, പക്ഷേ ഒരു വിഭാഗം അതിനെ എതിർ നിന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ സത്യം. അതുകൊണ്ട് വീണ്ടും പ്രതിഷേധങ്ങൾ ഉടനെ ഉയരുകയായിരുന്നു. ഈ തിരണ്ട് കഴിഞ്ഞതിന് ശേഷം പ്രതിഷേധങ്ങൾ വിട്ടുവന്നു. അങ്ങനെ നേരത്തെ ഐക്യത്തിന് വേണ്ടി ആഗ്രഹിച്ചെങ്കിലും ഭിന്ന രീതിയിലുള്ള കുർബാനയർപ്പണം വീണ്ടും തുടരുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ 3 രൂപത്തിലുള്ള കുർബാനപ്പണം ഇവിടെ നടന്നു. പൂർണ്ണമായും ജനാഭിമുഖമായിട്ട് ഒരു കൂട്ടർ, പൂർണ്ണമായും അൾത്താരാഭിമുഖമായിട്ട് ഒരു കൂട്ടർ, പിന്നെ ഭാഗികമായിട്ട് ആദ്യ ഭാഗം ജനങ്ങളുള്ളതിൽ അനാപറ അൾത്താരാഭിമുഖമായിട്ട്, അങ്ങനെ ആ രീതിയിലുള്ള വ്യത്യസ്തമായ അർപ്പണ രീതി വീണ്ടും തുടരുകയാണ് ചെയ്തത്. പിതാവേ, റോമൻ സിനഡിൻ്റെ 1996 സിനഡിൻ്റെ വലിയ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഐക്യമായിരുന്നു. വാസ്തവത്തിലെ സഭയിലുള്ള എല്ലാവരും ഈ ഐക്യം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, ഇന്നും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ 96 കഴിഞ്ഞിട്ട് ഈ ഐക്യം ഉണ്ടായതായിട്ട് കാണുന്നില്ലല്ലോ. പക്ഷേ ആ 96 കഴിഞ്ഞ് 2 കൊല്ലം എന്നുള്ള ഒരു പരാമർശനം എനിക്ക് തോന്നുന്നു സംയുക്ത പ്രസ്താവനയിലുണ്ട്. കാരണം റോം വളരെ പ്രതീക്ഷയിലായിരുന്നു ഇതോടുകൂടി എല്ലാം പരിഹൃതമാകുമെന്നുള്ളത്. അതേ തുടർന്നായിരിക്കുമല്ലോ വാസ്തവത്തിൽ ഈ പറഞ്ഞ സംവരണം ചെയ്യപ്പെട്ടിരുന്ന ചില സ്വയാധികാരിക സഭയുടെ ചില അവകാശങ്ങൾ അല്ലെ അധികാരങ്ങൾ
അത് ലിഫ്റ്റ് ചെയ്ത് റിലീസ് ചെയ്ത് ഈ സഭയെ ഏൽപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ സാഹചര്യം എന്താണ്? പ്രത്യേകിച്ച് ലിറ്റർജിയെ സംബന്ധിച്ചുള്ള അധികാരം ഈ സഭയ്ക്ക് നൽകപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ സാഹചര്യം പിതാവൊന്ന് വ്യക്തമാക്കാം. ഒരു സ്വയാധികാര സഭയായിട്ട് ഉയർത്തപ്പെട്ടതിന് ശേഷം സിനഡൽ സംവിധാനം വന്നതിന് ശേഷം നിത്യമായിട്ട് അധികാരങ്ങളെ പിടിച്ചു വയ്ക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ശരിയല്ലല്ലോ. അതുകൊണ്ട് താൽക്കാലികമായിട്ടാണ് മാർപ്പാപ്പ തന്നിൽ നിക്ഷിപ്തമാക്കിയതും. കാരണം ചില കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം, പ്രധാനമായിട്ടും ലിറ്റർജിയുടെ കാര്യത്തിൽ. അതുകൊണ്ടാണ് 2 വർഷത്തേക്ക് അന്ന് നിലവിലിരുന്ന അവസ്ഥ തുടരാൻ ഒരു സമാധാനത്തിന് വേണ്ടി അനുവദിക്കുകയും ചെയ്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ 1998 ജനുവരി 19 ആരാധനക്രമ വിഷയത്തിലുള്ള അധികാരം സിനഡിന് തന്നെ തിരിച്ചേൽപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇനി സിനഡ് തന്നെയാണ് അതിന് തീരുമാനമെടുക്കേണ്ടത്. ഓരോ കാര്യത്തിലും റോമിലേക്ക് റെഫർ ചെയ്യേണ്ട കാര്യമില്ല, സിനഡ് തന്നെ തീരുമാനമെടുക്കാം എന്നുള്ള രീതിയിലേക്ക് അധികാരം കൈമാറുക ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ആരാധനക്രമ കാര്യത്തിൽ ആത്യന്തികമായ അവസാനത്തെ അംഗീകാരം റോമിൽ നിന്നാണ് കിട്ടേണ്ടത്. അത് ഏത് സ്വയാധികാര സഭയായാലും ഇനി പാത്രിയാർക്കൽ സഭയായാലും ശരി, ഒരു അവസാനമായ ഒരു അംഗീകാരം, ഒരു കൺസെൻറ്റ് റോമിൽ നിന്ന് ആവശ്യമാണ്. കാരണം ഈ ആരാധനക്രമം വിശ്വാസത്തിൻ്റെ വിഷയമാണ്. അത് സാർവത്രിക സഭയുടെ മുഴുവൻ ഒരു സ്വത്താണ്. അതുകൊണ്ട് അതിനകത്ത് യാതൊരു വ്യതിചലനവും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ആരാധനക്രമ വിഷയത്തിൽ ഏത് സഭയുടെയും ഏത് സ്വതന്ത്ര സഭയുടെയും കാര്യത്തിൽ ഹോളി സീക്ക് ഇടപെടാൻ സാധിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പ്രകാരം ഈ ആരാധനാ വിഷയങ്ങളിലെ ഉള്ള അധികാരം സിനഡിനെ വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇനി ഈ കാര്യത്തിൽ ഇവിടുന്ന് റോമൻ സിനഡ് കഴിഞ്ഞിട്ടും ഇവിടുന്ന് വീണ്ടും ഒരു സമാധാനം ഉണ്ടാകാതെ ആ ഭിന്നിപ്പ് തുടരുകയാണ് ചെയ്തത്. അതായത് ഒരു കൂട്ടർ അവരുടേതായ നിലപാടത്തിൻ്റെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോയി, ഈ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ മുന്നോട്ട് പോയി. വീണ്ടും പ്രതിഷേധമുണ്ടായി, വൈദികരുടെ മറ്റും പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ഒരു പറയുകയാണെങ്കിൽ ഒരു ജനങ്ങൾക്ക് ഉതപ്പ് കൊടുക്കുന്ന രീതിയിൽ പോലും പ്രതിഷേധം നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ 1998 മാർച്ച് മാസം 14 മാർപ്പാപ്പയുടെ കത്തുണ്ട്. ആ മാർപ്പാപ്പയുടെ കത്തിനകത്ത് വീണ്ടും മെത്രാന്മാരുടെ ഇടയിൽ ഐക്യവും കൂട്ടായ്മയും ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് രണ്ടാം മാർപ്പാപ്പ കത്തിലെഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ കത്തിലെ കാര്യം ഇതാണ്: പൗരസ്ത്യ നിയമപ്രകാരം ലിറ്റർജി കാര്യങ്ങളിൽ സിനഡിനുള്ള അധികാരം നൽകിയിരിക്കുന്നതിനെ നിങ്ങൾ ഓരോരുത്തരിലും നിങ്ങളുടെ സിനഡിലും എനിക്കുള്ള വലിയ വിശ്വാസത്തിൻ്റെ പ്രകാശനമായി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുവഴി നിങ്ങൾ ഒന്നു ചേർന്ന് സത്യത്തെ ഉപബിയിൽ സേവിക്കാനിടയാകട്ടെ. അപ്പോൾ വീണ്ടും മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, ഐക്യം വേണം എന്നൊരു കാര്യം. അപ്പോൾ ഈ അധികാരം കൈമാറിയപ്പോൾ ഉത്തരവാദിത്വം ഉണ്ടാക്കരുത്. അപ്പോൾ നിങ്ങൾ വിശ്വാസമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഏകമനസ്സോടെ നിങ്ങൾ ഉത്തരവാദിത്വം നിറവേറ്റുമെന്നുള്ള വിശ്വാസവും പ്രത്യാശയുമാണ് ഇത് അധികാരം കൈമാറുന്നതിന് പിന്നിലുള്ളതെന്ന് മാർപ്പാപ്പ പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് മാർപ്പാപ്പ പാരമ്പര്യത്തോടും ശ്ലൈഹിക പ്രബോധനത്തോടും വിശ്വസ്ത പുലർത്തണം കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നുണ്ട്. അതും ഒന്ന് ശ്രദ്ധയപ്പെടുത്താം. ശ്ലൈഹിക പ്രബോധനത്തോട് വിശ്വസ്തത പുലർത്തുന്ന കൂട്ടായ്മ യാഥാർത്ഥ്യമാക്കുന്നതിന് നമുക്ക് മുമ്പേയും നമ്മോടൊപ്പവുമുള്ള വിശ്വാസത്തിൻ്റെയും കൃപയുടെയും പൈതൃകത്തിൻ്റെ സംരക്ഷകരാണ് നമ്മളെന്ന് മെത്രാന്മാരെന്ന നിലയിൽ പൂർണ്ണമായ അവബോധം നമുക്ക് വേണം. അപ്പം മെത്രാന്മാരുടെ ഉത്തരവാദിത്വം ആ പൈതൃകത്തിൻ്റെ സംരക്ഷകരാണെന്നുള്ളതാണ്. ആ ബോധ്യം വേണമെന്ന് മാർപ്പാപ്പ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. വിശ്വാസത്തിൻ്റെയും കൃപയുടെയും പൈതൃകത്തിൻ്റെ സംരക്ഷകരാണ്. ഈ പിതൃസ്വത്തിനെ, അത് നമ്മൾ ഇവിടെ മാർപ്പാപ്പ അവസാനമായിട്ട് ഉദ്ദേശിക്കുന്ന ആരാധനാപരമായ പിതൃസ്വത്താണ്. ഈ പിതൃസ്വത്തിനെ സമ്പന്നമാക്കി ഭാവി തലമുറകൾക്ക് കൈമാറാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ പൈതൃകം വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അതീതമായതും സഭയുടെ പൊതുനന്മയ്ക്കായുള്ള കൂട്ടുത്തരവാദിത്വവും
അവരുടെ പാരമ്പര്യത്തിൻ്റെ സമ്പൂർണവും സാകല്യവുമായ സംരക്ഷണവും ആവശ്യപ്പെടുന്നതുമാണ്. ഈ വിളിയെക്കുറിച്ചുള്ള ബോധ്യം, പരിപൂർണ സത്യം ഏറ്റവും ചെറിയ ഘടകം പോലും നഷ്ടപ്പെടുത്താതെ മുഴുവനായും പ്രകടമാക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണമെന്ന കാര്യം ഉൾക്കൊള്ളുന്നു. നോക്കുക, അതിൻ്റെ വിശദാംശങ്ങൾ പോലും സംരക്ഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആരാധനക്രമ കാര്യത്തിൽ. നിങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ ഈ ഉത്തരവാദിത്വം എങ്കിൽ മെത്രാന്മാർ ഒരു സംഘമായി അധികാരം പ്രയോഗിക്കുന്ന സിനഡിൻ്റെ അംഗങ്ങളെന്ന നിലയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അത് നിർവഹിക്കാൻ നിങ്ങൾക്ക് കടമയുണ്ട്. അപ്പോൾ അവിടെ വളരെ ശക്തമായൊരു ആഹ്വാനമാണ്. ഈ ഐക്യം നിങ്ങൾ സംരക്ഷിക്കണം, നിങ്ങൾ ഐക്യപ്പെട്ട് ഒന്ന് ചേർന്ന് ആരാധനാ പൈതൃകം സംരക്ഷിക്കണം, ആളുകളെ പഠിപ്പിക്കണം എന്ന കാര്യം വളരെ ശക്തമായിട്ട് മാർപ്പാപ്പ ഇവിടെ ഉന്നയിക്കുകയാണ്. പിതാവെ, 1998 റോം സംവരണം ചെയ്ത് വെച്ചിരുന്ന ലിറ്റർജിയെ സംബന്ധിച്ചുള്ള അധികാരം സിനഡിന് പരിപൂർണമായിട്ട് ഏൽപ്പിച്ചതായിട്ട് കാണുന്നുണ്ടല്ലോ. എന്തായിരുന്നു അങ്ങനെ ഒരു അധികാരം ലഭിച്ചതിനോട് അല്ലെങ്കിൽ അതിന് ശേഷം സിനഡ് എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് എന്നുള്ളതൊന്ന് പറഞ്ഞല്ലോ. സിനഡിൻ്റെ ആരാധനക്രമ സംബന്ധമായ കാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള അധികാരം കൈമാറി. പക്ഷേ എന്ന് പറഞ്ഞാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ അന്തിമ അംഗീകാരം റോമിൽ നിന്ന് കിട്ടണം. സിനഡ് തീരുമാനമെടുക്കാം, പക്ഷേ റോമിലേക്ക് അയച്ചിട്ട് റോമിൻ്റെ ഒരു കൺസെൻറ്റ് അതിന് വേണം. റോമിന് ചിലപ്പോൾ ചില തിരുത്തലുകൾ നൽകാൻ സാധിക്കും. പിന്നെ അങ്ങനെയാണ് പോകുന്നത്. ഏതായാലും മാർപ്പാപ്പയുടെ പ്രസ്താവനയിൽ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ചുമതലാബോധത്തോടുകൂടെ മെത്രാന്മാരെ നിർവഹിക്കും, സിനഡിൻ്റെ ആ അധികാരം ശരിയായ രീതിയിൽ വിനിയോഗിക്കും എന്നുള്ള പ്രത്യാശ പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷേ വാസ്തവത്തിൽ സിനഡിൽ അങ്ങനെ ഒരു ഏകാഭിപ്രായത്തിൽ ആരാധനക്രമ വിഷയങ്ങളെ ഒക്കെ പരിഹാരമുണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. കാരണം പിന്നെ ഒരു ഭാഗത്തു നിന്ന് വളരെ ശക്തമായ എതിർപ്പുകൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരുന്നു, പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരുന്നു. അത് പല പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ഒരു സ്കാൻഡൽസ് ആയിട്ട് ഇടർച്ചയ്ക്ക് കാരണമാകാത്ത രീതിയിൽ തന്നെ എതിർപ്പുകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നെ ഇവിടുത്തെ ആരാധനക്രമ ഒരു സമിതിയുണ്ട്, CLC എന്ന് പറയുന്ന സെൻട്രൽ ലിറ്ററേച്ചർ കമ്മിറ്റി. അപ്പോൾ ആ കമ്മിറ്റി കൂടി ചർച്ച ചെയ്തിട്ട് ഒരു റിക്വസ്റ്റ് പിതാക്കന്മാർക്ക് വെച്ചു, സിനഡിന് വെച്ചു. സിനഡാണല്ലോ തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നത് എന്ന രീതിയിൽ. അതായത് പിന്നെ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇതുപോലുള്ള ഈ പ്രതിഷേധവും എതിർപ്പുകളുമൊക്കെ ഒന്ന് കെട്ടടങ്ങാൻ വേണ്ടി, ഒരു സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് ഇപ്പോൾ പിന്നെ നിലവിലിരിക്കുന്ന 3 രൂപങ്ങൾ, 3 കുർബാന അർപ്പണ രീതികൾ തുടരാനുള്ള ഒരു അനുവാദം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് CLC സിനഡിന് പിന്നെ അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. അതായത് താൽക്കാലിക അംഗീകാരം. അതനുസരിച്ച് പിന്നീട് കൂടിയ സിനഡ്, അതായത് 1998 നവംബർ മാസം 3 മുതൽ 14 വരെ സിനഡ് കാക്കനാട് വെച്ച് കൂടുകയുണ്ടായി. ആ സിനഡ് CLC ആവശ്യപ്പെട്ടതനുസരിച്ച് അങ്ങനെ ഒരു അനുവാദം പിന്നെ കൊടുക്കുകയും ചെയ്തു. താൽക്കാലികമായൊരു അംഗീകാരം, അതായത് കുർബാന ഏർപ്പെടുത്തലിലെ 3 രീതികൾക്ക് താൽക്കാലികമായ അംഗീകാരം കൊടുക്കുകയും ചെയ്തു. അതും നമുക്കറിയാവുന്നതുപോലെ പൂർണ്ണമായും അൾത്താറാഭിമുഖമായിട്ട്, പിന്നെ പൂർണ്ണമായും ജനാഭിമുഖമായിട്ട്, പിന്നെ വചന ശുശ്രൂഷ ജനാഭിമുഖമായും, ഉദാസഭാഗം അൾത്താറാഭിമുഖമായിട്ടും, ഇങ്ങനെയുള്ള 3 രീതികൾ തൽക്കാലത്തേക്ക് തുടരാം എന്നുള്ള ഒരു അനുവാദം, ഒരു അംഗീകാരം സിനഡ് നൽകുകയും ചെയ്തു. അതേസമയം ഇതിലേത് രൂപമാണ് ഓരോ രൂപതയിലും നടപ്പിലാക്കുന്നത് എന്നുള്ളത് അതാത് രൂപതാധ്യക്ഷന്മാർ നിശ്ചയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രൂപതാധ്യക്ഷന്മാർക്ക് നിശ്ചയിക്കാം ഇതിൽ ഈ 3 രൂപങ്ങളിൽ ഏത് തൻ്റെ രൂപതയിൽ നടപ്പിലാക്കണം. അവിടെ വൈദികർക്ക് പ്രത്യേക ഒരു ഇല്ല, ആ രൂപതയിൽ ഏതെങ്കിലും ഒരു രൂപമായിരിക്കണം. ആ രീതിയിലുള്ള ഒരു പിന്നെ അത് അനുവാദം മിത്രന്മാർക്ക് കൊടുക്കാവുന്നതാണ്. ഇതായിരുന്നു വാസ്തവത്തിലെ മാർപ്പാപ്പ ആഗ്രഹിച്ചതുപോലെ, റോമൻ സിനഡ് ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു പിന്നെ തീരുമാനത്തിലേക്ക് വരാൻ സാധിച്ചില്ല. നമ്മുടെ റോമൻ സിനഡിനും അധികാരം കിട്ടിയിട്ടും ഹോളി സീയുടെ ആ താല്പര്യത്തിനും നമ്മുടെ പാരമ്പര്യത്തിനും അനുസരിച്ചുള്ള ആരാധനക്രമ പുനരുത്ഥാനം നടത്താനും വാസ്തവത്തിൽ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ അതേസമയം ഈ സിനഡ്
ചില തീരുമാനങ്ങളെടുത്തു, ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതും പ്രധാനപ്പെട്ടതാണ്. ഈ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ ഇതാണ്: സീറോ മലബാർ സഭയിലെ മേജർ സെമിനാരികളായ മംഗലപ്പുഴയിലും വടവാതൂരിലും നിലവിലിരിക്കുന്ന രീതികൾ തുടരേണ്ടതാണ്. എന്ന് വെച്ചാൽ ആദ്യ ഭാഗം ജനാഭിമുഖമായിട്ട്, പിന്നീട് അൾത്താരാഭിമുഖമായിട്ട്, വചനനുഷ്ഠാനം ജനാഭിമുഖമായിട്ടും പിന്നെ അൾത്താരാഭിമുഖമായിട്ടും അത് തുടരണം. പിന്നെ പറയുന്നത്, ഇന്ത്യയിലും വിദേശത്തുമുള്ള സീറോ മലബാർ രൂപതകളുടെ പരിധിക്ക് പുറത്തുള്ള സീറോ മലബാർ മിഷൻ പ്രദേശങ്ങളിൽ നിലവിലിരിക്കുന്ന അവസ്ഥ തുടരേണ്ടതാണ്. പിന്നെ കഴിവതും വേഗം ഒരു ഏകീകൃത കുർബാന അർപ്പണ രീതിക്ക് രൂപം കൊടുക്കാൻ പരിശ്രമിക്കുമെന്ന് എല്ലാ സിനഡംഗങ്ങളും സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഏകീകരണം വേണം, ഐക്യം വേണം എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാ വിധങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പല ടെസ്റ്റുകൾ അന്ന് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, അനുവാദം ഇല്ലാത്തതും അനുവാദമുള്ളതുമില്ല. അതുകൊണ്ട് അത് ആ കാര്യത്തിൽ സിനഡ് തീരുമാനമെടുത്തു. നിയമാനുസൃത സഭാധികാരിയുടെ അംഗീകാരം ലഭിച്ചിട്ടുള്ള ടെസ്റ്റ് ഉപയോഗിച്ചാണ് കുർബാന അർപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ അംഗീകരിച്ചിരിക്കുന്ന ടെസ്റ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. ഒരു രൂപതയിലെ അർപ്പണ രീതി അവിടെ വരുന്ന മറ്റെല്ലാവരും മറ്റ് രൂപതകളിൽ വരുന്ന വൈദികരാണെങ്കിൽ തന്നെയും അത് അംഗീകരിക്കണം, അത് പിന്നെ അനുസരിക്കണം എന്നുള്ള കാര്യവും എഴുതിയുണ്ടായി. ഇതാണ് അതേക്കുറിച്ചുള്ള സിനഡിൻ്റെ തീരുമാനം. പിന്നീട് നമുക്കറിയാം നിർണായകമായ ഒരു പിന്നെ തീരുമാനം 1999 സിനഡിൽ നടന്നു എന്നുള്ളത്. പിതാവെ പറഞ്ഞുവല്ലോ, നിലനിൽക്കുന്ന 3 രീതികൾ താൽക്കാലികമായിട്ട് സിനഡ് അനുവദിച്ചത് ഒരൊറ്റ പ്രതീക്ഷയിലായിരുന്നു. കഴിവതും വേഗം നമുക്ക് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഐക്യ ഫോർമുലയിലേക്ക് എത്തണമെന്നുള്ളത്. പിതാവ് ഭിന്ന പിതാക്കന്മാരുടെ നിലപാടുകളെക്കുറിച്ചോ, അതായത് സിനഡിൻ്റെ തീരുമാനങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞത്. നമ്മുടെ സഭയുടെ അൽമായർ ഇതിനെ എങ്ങനെയാണ് കണ്ടത്? അവരുടെ ഏതെങ്കിലും ഒരു ഏകീകരണം അല്ലെങ്കിൽ ഒരുമിച്ച് ചേരലിലെ എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ഏതായാലും അൽമായരുടെ വളരെ വ്യക്തമായ വികാരം, അവരുടെ ആഗ്രഹം എന്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ സഭയിൽ ഒരു സിനഡൽ ചർച്ചയായതിനു ശേഷം സമ്മേളിച്ച ആദ്യത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി. അറിയാമല്ലോ, നമ്മുടെ സഭയുടെ നമ്മുടെ സീറോ മലബാർ സഭയുടെ തന്നെ ഒരു പ്രതിനിധി യോഗമായിരുന്നു അത് എന്ന് പറയാം. അൽമായരായിരുന്നു. എൻ്റെ ഭൂരിപക്ഷം അംഗങ്ങളും അൽമായരായിരുന്നു. എല്ലാ രൂപതകളിൽ നിന്നും പ്രാതിനിധ്യ സ്വഭാവത്തോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ട അൽമായരും പിന്നെ വൈദികരും മെത്രന്മാരും സമർപ്പിതരുടെ പ്രതിനിധികളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമ്മേളനമായിരുന്നു അത്. വളരെ നിർണായകമായ ഒരു സമ്മേളനമായിരുന്നു അത്. ഈ സമ്മേളനത്തിൽ അൽമായരുടെ വളരെ ശക്തമായ വ്യക്തമായ സ്വരം കേൾക്കാനിടയായി. വാസ്തവത്തിൽ ആദ്യത്തെ ഈ അസംബ്ലിയിൽ എനിക്കും പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായി. ഈ സാറും പങ്കെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ പറഞ്ഞു കേട്ട ആ സ്വരം ഓർക്കുന്നുണ്ടല്ലോ. ഞാൻ ഓർക്കുന്നു, എൻ്റെ മനസ്സിലുള്ള ഓർമ്മ ഇതാണ്. വർക്ക്ഷോപ്പുകളിൽ ചർച്ച നടന്നു, വിവിധ വർക്ക്ഷോപ്പുകളിൽ. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ 11 വർക്ക്ഷോപ്പുകളുണ്ടായിരുന്നു. ഈ 11 വർക്ക്ഷോപ്പുകളിലും വളരെ ശക്തമായ മെയിൻ വിഷയം ഇത് തന്നെയായിരുന്നു, ഈ കുർബാനയുടെ ഏകീകരണം. എനിക്ക് തോന്നുന്നു 99% അൽമായരും ആഗ്രഹിച്ചത് ഒരു ഐക്യമുണ്ടാകണം, ഒരു രീതിയിൽ കുർബാന അർപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകണം എല്ലാ രൂപതകളിലും. മെത്രാന്മാർ എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾ അത് സ്വീകരിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ആത്മാർക്കുണ്ട്. വാസ്തവത്തിൽ ശരിയായ പക്വമായ ഒരു നിലപാട് തന്നെയാണ്. കാരണം പിതാക്കന്മാരാണല്ലോ നയിക്കേണ്ടത്. അപ്പോൾ പിതാക്കന്മാരെ ഒന്നു ചേർന്ന് നടക്കുന്ന തീരുമാനം ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് ഇതായത് അൽമായരുടെ നിലപാട്. ഏതായാലും ഒരു ഐക്യം ഉണ്ടാകണമെന്ന് ശക്തമായിട്ട് അവർ വാദിക്കുകയും ചെയ്തു. ഞാൻ ഓർക്കുന്നു, ഈ 11 വർക്ക്ഷോപ്പുകളിലെയും റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ ഒരു വർക്ക്ഷോപ്പിൽ ഒരു റിപ്പോർട്ടിൽ മാത്രമാണ് അല്പം ഒരു അഭിപ്രായ വ്യത്യാസം കൂടി ഉണ്ടായത്. അതായത് ഞാൻ ഓർക്കുന്നു, 10 വർക്ക്ഷോപ്പുകളിലെ റിപ്പോർട്ട് ഏകകണ്ഠമായിട്ട് ആവശ്യപ്പെട്ടത് ഞങ്ങൾ കുർബാനയുടെ അർപ്പണ കാര്യത്തിൽ ഒരു ഐക്യം വേണം, മെത്രാന്മാർ എന്ത് തീരുമാനിച്ചാലും ഞങ്ങളത് സ്വീകരിക്കുന്നതാണ്, പക്ഷേ ഐക്യം വേണം എന്നുള്ള യാതൊരു അവസരവുമില്ലാതെ 10 ഒരു വർക്ക്ഷോപ്പിലെ റിപ്പോർട്ടിൽ ഒരഭിപ്രായം ഉണ്ടായി. പിന്നെ അതായത് ഈ ജനാഭിമുഖ കുർബാന എന്നുള്ളത് തന്നെ വേണമെന്ന ഒരു അഭിപ്രായം, ഒരു സ്വരം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ ഓർക്കുന്നു, ഓർമ്മ ശരിയാണെങ്കിൽ. ബാക്കി എല്ലാവരും മെത്രാന്മാർ തീരുമാനിക്കുന്ന കാര്യങ്ങളെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. അത് പക്ഷേ
ഐക്യം വേണം, ഇതായിരുന്നു. അത് കരസമായിട്ട് തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ അഭിപ്രായം, ഈ അസംബ്ലിയുടെ ഈ ഒരു സ്വരം, അൽമായരുടെ, പ്രത്യേകിച്ച് അൽമായരുടെ ഈ ഒരു സ്വരം തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ട്, ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് 1999 ഇതിനെ തുടർന്ന് അസംബ്ലിക്ക് ശേഷം നടന്ന സിനഡാണ്. ആ സിനഡിൽ ഈ കുർബാനയുടെ ഏകീകരണത്തെ സംബന്ധിച്ച് ശക്തമായ രീതിയിൽ ചർച്ചകൾ നടക്കുകയും അങ്ങനെ ഒരു ഏകീകരണ ഒരു ഐക്യ ഫോർമുലയിലേക്ക് ആ സിനഡ് കടന്ന് വരികയും ചെയ്തു. അങ്ങനെ ഒരു പുതിയ ഘട്ടം ഒരു വാസ്തവത്തിൽ ആരംഭിക്കുകയാണ് ആ സിനോട് കൂടി. അതാണ് ഇതുവരെയുള്ള പശ്ചാത്തലം. പിതാവേ, ഇതാണ് സഭയുടെ പ്രതീക്ഷ. സഭയൊന്നാകെ ഐക്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മളുടെ പ്രതീക്ഷ. വാസ്തവത്തിൽ ഈ പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതും നമുക്ക് പ്രത്യാശ തരുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് ആവശ്യമായ കാര്യങ്ങൾ സഭയിൽ ഉണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇത്രയും സമയം പിതാവിൻ്റെ വിലയേറിയ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു.